കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ലാബിൻ്റെ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പാറുവിനെ കാണാൻ വേണ്ടിയിട്ട് ഓടി അവളുടെ വീട്ടിലേക്ക് വന്നതാട്ടോ. അങ്ങനെ ഇതേ ഞാൻ പാറുവിനെയൊക്കെ കളിപ്പിച്ച് രാവിലെ തന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ ലേറ്റാക്കിയില്ല. കാരണം എക്സാം തിരക്കൊക്കെ ആയിട്ട് എനിക്ക് പാറുവിനോട് മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മെയിൻ എക്സാം തുടങ്ങുന്ന മുന്നേ തന്നെ ഒന്ന് പാറുവിനൊക്കെ കണ്ട് ചില്ല് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എത്തിയോണ്ട് തന്നെ ഏച്ചി നല്ല ബിസി ആയിരുന്നു. ഞാനാണെങ്കിൽ പാറുവിനെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അവൾക്ക് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് ഞാൻ എടുത്തിട്ട് കളിക്കണം, അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പിന്നെ എൻ്റെ ഇന്നത്തെ വരവിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അതാണ് ഈ ഒരു വീഡിയോൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. കാരണം അളിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ 22nd, അതായത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. പിന്നെ ഏച്ചിക്കും ഗിഫ്റ്റ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഏച്ചി ചിക്കൻ കൊണ്ടാട്ടമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പാറുവും വീണ്ടും കുറച്ച് സമയം കളിച്ചു. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന കേട്ടോ, പാറുവിനെ കാണുന്നില്ലല്ലോ, പാറുണ്ട് ഇപ്പം നമുക്കൊരു ഉമ്മ തരുമായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ വന്നിട്ട് ഉമ്മ തരും. പാറിപ്പോൾ നല്ലോണം സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് അവൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങിപ്പോയി. പക്ഷേ നമുക്ക് ടൈമില്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്തു, ദിജുവേട്ടൻ വരുന്ന ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാനും ഏച്ചിയും കൂടെ റെഡി ആയിട്ട് അവളെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന രംഗമാണ് കേട്ടോ. അതുകൊണ്ടാണ് പുള്ളിക്കാരി കുറച്ച് മൂഡ് ഓഫ് ആയിട്ടുള്ളത്. പിന്നെ അവൾക്ക് ഈ എസ്കലേറ്റർ കയറുന്നത് ഇങ്ങനെ നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഔട്ടിങ് പോകാനും ഷോപ്പിങ്ങിന് പോകാനും വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. അതായത് കുറച്ച് അവൾക്ക് പറ്റുന്നൊരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അവൾ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. വീട്ടിലിരിക്കുമ്പോഴുള്ള പ്രശ്നം പുറത്തിറങ്ങും ഉണ്ടാവാറില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ കൊണ്ടുപോകാനും വളരെ നല്ലതാണ്. പക്ഷേ ഇടയ്ക്ക് വിശക്കുമ്പോൾ മാത്രം ജസ്റ്റ് ഒരു ക്രാങ്കി ആവുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മാക്സിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ലേഡീസ് സെക്ഷനിൽ വെറുതെ നമ്മൾ എന്തൊക്കെയുണ്ട് കളക്ഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ 2-3 ഡ്രസ്സസൊക്കെ ഇഷ്ടമായി. പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒന്നിനൊരു മൂഡുണ്ടായിരുന്നില്ല. ഒരു ഷോപ്പ് ചെയ്യാൻ എടുക്കാനൊന്നും മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പാറുവിന് കുറച്ച് ഡ്രസ്സ് നോക്കി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഡെയിലി വെയർ ഇടാൻ പറ്റുന്ന കുറച്ച് ടോപ്സ് നോക്കി, ടീഷർട്ട് മോഡൽ. അപ്പോൾ കുറച്ച് ഓവർ സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ചും കൂടി കഴിയുമ്പോൾ ഇടാമല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ചെരുപ്പിൻ്റെ കളക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറുവിനുള്ള ഡ്രസ്സസൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം കേട്ടോ. ജെൻസിൻ്റെ സെക്ഷനിൽ വന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു, കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വാങ്ങിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ നമ്മൾ നോക്കി വരുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സായിരുന്നു. പക്ഷേ ഇതല്ല ഞാൻ എടുത്തത്. ഈ ഒരു സംഭവം കൊണ്ട് ഈ ഒരു ലൈൻസ് ഉള്ളത്, ഈ ഒരു വേർട്ടിക്കൽ ലൈൻസ് ഉള്ള സംഭവമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ദിജുവേട്ടനിട്ട് ഇട്ടാൽ ഇഷ്ടപ്പെടും എന്ന് കരുതി നമ്മൾ എടുത്താൽ കേട്ടോ. ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൈയോപ്പി പോയിട്ട് ഏച്ചിക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു പേഴ്സണലൈസ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും നോക്കാമെന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ അവർ നമുക്ക് കുറേ അധികം പെർഫ്യൂംസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് എടുത്തില്ല കേട്ടോ. കാരണം അത് കൊടുക്കണ്ട, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കോഫി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫീൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, കോഫി സീഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെർഫ്യൂമൊക്കെ ഓരോന്ന് മണക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പിന്നെ നമുക്ക് ആ ഒരു മണം സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മണമാണല്ലോ നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോഫീൻ്റെ ആ ഒരു സ്മെല്ല് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത പെർഫ്യൂംസൊക്കെ മണത്ത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ അറിവായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഡ്രസ്സസൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാൾക്കും കുറച്ച് വിശക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഏച്ചി ഒരു കൊത്തു പൊറോട്ടയും ചായയും ഓർഡർ ചെയ്തു. എനിക്കാണെങ്കിൽ കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചായ പേഴ്സൺ അല്ല, കോഫി ഞാൻ കുടിക്കാറുണ്ട് വല്ലപ്പോഴും. അപ്പോൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. ക്യാപ്ചീനോ ആണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുത്തു പൊറോട്ട അടിപൊളിയായിരുന്നു. ഡൗൺ ടൗൺ മോളിൽ വരുന്നുണ്ടെങ്കിൽ ഫുഡ് കോർട്ടിൽ നിന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. സോ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഒരു 2-3 ദിവസത്തിന് ശേഷം കേട്ടോ. നമ്മൾ ദിജുവേട്ടന് ഏച്ചി ഗിഫ്റ്റ് കൊടുക്കുന്നത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ അധികം ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏച്ചിയും പാറും കൂടിയിട്ട്, ഏച്ചി ഇതിനായിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ആൾക്കൊന്നും അറിയില്ല കേട്ടോ ഈ ഒരു സംഭവമൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലോണം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലെൻസ് കാർട്ടിലാണ് പോയത്. തലശ്ശേരി നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വന്നിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. എൻ്റെ അവിടെ കൂത്തുപറമ്പ് പരിസരത്തുണ്ടെങ്കിലും അത്രയും കളക്ഷൻസ് ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നത്. കാരണം നമുക്ക് വേറൊരു ദിവസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ നമ്മൾ ഓരോ ഗ്ലാസ്സസ് വീതം വെച്ച് നോക്കാണ്. ഇതിങ്ങനെയുണ്ട്. എൻ്റെ മുഖത്തിനെക്കാട്ടും വളരെ വലിയൊരു ഗ്ലാസ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ എനിക്കാണെങ്കിൽ കുറേ അധികം ഇഷ്ടപ്പെട്ടു. ഇത് ഈ ഒരു ഗ്ലാസ്സാന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ആണെങ്കിൽ നല്ല ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു, ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സംഭവം നല്ല ലുക്കുണ്ട്. ഇവിടെ സൈഡിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി സൺഗ്ലാസ്. 2000 റേഞ്ച് അല്ലേ ഇത് വരുന്നത്? അപ്പോൾ ദിജുവേട്ടന് ഗിഫ്റ്റ് എടുക്കാൻ പോയപ്പോൾ ഏച്ചിക്കൊന്നും അങ്ങനെ കിട്ടിയത്. നമ്മൾ ദിജുവേട്ടനെ സെലക്ട് ചെയ്ത് ഇതാട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തത് കാണിച്ചു കൊടുക്കും. ഈ ഒരു സംഭവമുണ്ട്, ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ബട്ട് മെയിനായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം അത്ര നോക്കിയുള്ളൂ. ഇത് വിൻസൻ ചേസിൻ്റെതാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വിൻസൻ ചേസിൽ ഇപ്പോൾ ഇതിന് ഓഫർ ഉണ്ടല്ലേ, നമ്മുടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒന്നും കൂടി അതേ പ്രൈസിൽ ഒന്നും കൂടി കിട്ടും. അതേ പ്രൈസിൽ ഒന്നുകൂടി കിട്ടും. സോ നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, നേരത്തെ കാണിച്ചൊരു സമയം. അപ്പോൾ നമ്മളങ്ങനെ 2 ഗ്ലാസും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ബൈ ആയിട്ട് തോന്നി, കാരണം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വളരെയധികം അത്യാവശ്യമാണല്ലോ. ദിജുവേട്ടനാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ചേച്ചി വാങ്ങിച്ചു കൊടുത്താട്ടോ ഒന്ന്. പാറാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയാണെങ്കിൽ നിറയെ പിള്ളേർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ കാണിച്ചിട്ട് ചേച്ചി ചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഓൾറെഡി ഇവിടെ കസിന് മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ പുതിയതായിട്ടൊരു മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ നമുക്കൊന്ന് കിട്ടി ഗൈസ്. ഇവിടെ വരാമെന്ന് തീരുമാനിച്ചത്. സത്യം പറഞ്ഞാൽ കൂത്തുപറമ്പ് വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ലെൻസ് കാർഡിൽ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷേ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും റിസ്ക് എടുത്ത് പാറുവിനൊക്കെ കൊണ്ടുവന്നു. പാറുവിനെ ആദ്യം കൊണ്ടുവരണം. എനിക്കൊരു പാറുവിൻ്റെ ഭാഗ്യം എന്തിനാ അതുകൊണ്ട് ഇങ്ങനെ ലോട്ടറി എടുക്കും. ഇത്ര നല്ല പൈസയുള്ള സാധനമാണ്. നമുക്ക് ചെറിയ പൈസ കൊടുത്തിട്ടില്ല എന്നല്ലേ, സെക്കൻഡ് വണ്ണിന് പൈസ കൊടുത്തിട്ടില്ലല്ലോ, അന്ന് ഫ്രീ ആയിട്ട് കിട്ടും. നല്ല റേറ്റുള്ളൊരു സംഭവം. അങ്ങനെ നമ്മൾ പേർച്ചേസൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ മെമ്പർഷിപ്പ് നമ്മൾ എത്ര ദിവസം കൊണ്ടു തുടങ്ങി? ഒരു പ്ലാനിങ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഗിഫ്റ്റ് പർച്ചേസിങ് കുറേ ഗിഫ്റ്റ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ പ്രാവശ്യം ബർത്ത്ഡേ ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റ് മാത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഈ ഒറ്റ ഗിഫ്റ്റാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ബാക്കി പാക്കിംഗ് വീഡിയോ, അതായത് ദിജുവേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ കുറച്ച് ഗിഫ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതായത് ഡെയിലി നമുക്ക് യൂസിന് പറ്റുന്ന കാര്യങ്ങളിലെ നല്ല ബോഡി വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലറ ചില്ലറ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ എന്തോ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാനൊന്ന് മുഞ്ചാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ആണോ എന്താ അത് എഴുതിയിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല, ആ ഒരു സംഭവം വെച്ചു. പിന്നെ ആദ്യം ഈ ഗിഫ്റ്റാണ് വെക്കുന്നത്. അപ്പോൾ ആൾക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു മെയിൻ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇതാണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഗിഫ്റ്റ് കൊടുക്കും, അതായത് സ്പെക്സ് കൊടുക്കും. പിന്നെ ഈ സ്പെക്സ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം നല്ലൊരു പ്രൊട്ടക്ഷൻ, കണ്ണ് ഫുള്ള് പ്രൊട്ടക്ഷൻ വരുന്ന തരത്തിലുള്ളൊരു സംഭവമാണെന്നായിരുന്നു നമ്മളെ മനസ്സിലുള്ളത്. അതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ചേച്ചി പോയി. അന്ന് രാത്രി 12 മണിക്ക്, അതായത് ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.